ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ഋഷി എന്ന വെബ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ 2 പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഇതിന്റെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ 2 പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെയാ നേരെ ഇതിന്റെ സ്റ്റോറി നോക്കിയാലോ. തുളസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാതിരാത്രിക്ക് വീടിന്റെ പുറത്തിറങ്ങി ആ രൂപത്തിനോട് സംസാരിക്കുന്ന ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ 2ാമത്തെ പാർട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ കുട്ടിയുടെ പാരന്റ്സും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാഴ്ച കണ്ട പാരന്റ്സ് ആ കുട്ടിയുടെ ശരീരത്ത് പ്രേതബാധ കൂടിയതാണെന്ന് പറഞ്ഞ് വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ വേണ്ടി അവിടേക്ക് ഒരു മന്ത്രവാദിനെ വിളിച്ചു വരുത്തുന്നു. ഇതേ സമയം തന്നെ നാട്ടുകാർ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെ അവർ ഓടിക്കൂടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ വീട്ടിലേക്ക് എത്തിയ മന്ത്രവാദി തുളസി എന്ന് പറയുന്ന പെൺകുട്ടീനെ വെച്ച് ആ മന്ത്രങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഇതേ സമയം തന്നെ പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ കാര്യങ്ങൾ അറിഞ്ഞ നാട്ടുകാർ ഒരുമിച്ച് അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ ഒടുവിൽ അവളെ കണ്ടുപിടിച്ച് അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയിടുവാണ്. നാട്ടുകാർ ഇപ്പൊ ഇവിടെ കാണുന്നത് പ്രേതബാധയുള്ള ഒരു പെണ്ണായിട്ടല്ലേ. ഈ ഒരു കാരണം കൊണ്ട് അവരാണെങ്കിൽ അവളെ ഒരുപാട് ദ്രോഹിക്കുന്നില്ല ഉണ്ട്. ഇത് കണ്ട് സഹിക്കാനാവാത്ത പാരന്റ്സ് ആണെങ്കിൽ അവളൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വരുമ്പോ ആ നാടിന്റെ തലവനുണ്ടല്ലോ അയാളെ കണ്ട് അവർ ഈ കാര്യം അറിയിക്കുന്നു. അങ്ങനെ അയാൾ ഇപ്പൊ അവിടേക്ക് എത്തി ആ പെൺകുട്ടിനെ അഴിച്ചുവിടാൻ നാട്ടുകാരോട് പറയുവാണ്. അദ്ദേഹം പറയുന്നതുകൊണ്ട് നാട്ടുകാർ ഇപ്പൊ അവളെ അഴിച്ചുവിടുന്നു. ഈ സമയത്ത് ആ പെണ്ണിന്റെ പാരന്റ്സ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടും പോകുന്നു. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനിൽ ചിത്ര എന്ന് പറയുന്ന പെണ്ണിനെ കാണിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് താമസിക്കാൻ വേണ്ടി എത്തിയ ഹീറ എന്ന് പറയുന്ന പെണ്ണ് ചിത്രേനെ ആ പെരുമാറ്റം കൊണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നല്ലോ. ആ സീക്വൻസ് ഒക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത്. ചിത്ര ഇപ്പൊ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഈ സമയത്ത് ഹീറ വന്ന് പറ്റിപ്പോയ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരവാദിയാണ്, അതുകൊണ്ട് ഇനി ഒന്നും മനസ്സിൽ വെക്കണ്ട, നമുക്കെല്ലാം മറന്നു കളയാന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ ഇറങ്ങുന്നു. അടുത്ത സീനിൽ ഓഫീസിലേക്ക് എത്തി ചിത്രനെ കാണിക്കുന്നു. അന്ന് ഈവനിങ് ആവുന്ന സമയത്ത് ഹീറോ നാട്ടിലേക്ക് എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ചിത്രനെ കോൾ ചെയ്യുന്നു. അങ്ങനെ അവളെ കോൾ എടുത്ത് ചിത്ര വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതല്ല. ഇതേ സമയത്ത് അയ്യൻ അറിഞ്ഞോട്ട് ചെയ്യുന്നു. അയാൾ വിചാരിക്കുവാണ് കോൾ ചെയ്തിരിക്കുന്നത് ചിത്രന്റെ കാമുകനായിരിക്കും എന്ന്. അവളെ സന്തോഷം കണ്ടിട്ട്. അങ്ങനെ അയ്യനാർ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഇതേ സമയം തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് കോൾ വരുന്നു. കോൺട്രാക്ടറുടെ കാറിൽ നിന്ന് കിട്ടിയ മുടിയും മങ്ക എന്ന് പറയുന്ന പെണ്ണിന്റെ മുടിയും സെയിം അല്ല ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞുണ്ട്. അത് രണ്ടുപേരും ടെസ്റ്റിങ്ങിന് വേണ്ടി അയക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങേക്കുന്ന അതേ സമയം തന്നെ മങ്കേന്റെ ലോയർ അവിടേക്ക് എത്തുവാണ്. എന്ത് കാര്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ കക്ഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആ വക്കീൽ ഇപ്പൊ വാദിക്കുവാണ് അവിടെ. ഇതേ സമയത്ത് അവളെ കുറ്റക്കാരിയൊന്നും അല്ലാന്ന് മനസ്സിലാക്കിയുണ്ട് നായകൻ ഇപ്പൊ വക്കീലിന്റെ കൂടെ അവളെ പറഞ്ഞു വിടുന്നു. ഇതേ സമയം പുറത്ത് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവളെ പാരന്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മങ്കയാണെങ്കിൽ അവരുടെ കൂടെ പോവാതെ തന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇതെല്ലാം നായകനകത്ത് നിന്നുകൊണ്ട് നോട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ നായകനും ടീമും കൂടി അങ്ങനെ മരിച്ചുപോയ 4 പേരെ പറ്റിയും ചർച്ച ചെയ്യുകയാണ്. ഒരേ പാറ്റേണിലുള്ള അവരുടെ മരണം സൂചിപ്പിക്കുന്നത് അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ്. അതായത് അവരുടെ മരണത്തിന് പിന്നില് എന്തോ ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി ആ മരിച്ചുപോയ 4 പേരുടെ ഫാമിലികളെ ക്ലോസ് ആയി വാച്ച് ചെയ്യാൻ നായകൻ ഓർഡർ ഇടുവാണ്. അങ്ങനെ ആദ്യമായിട്ട് മരിച്ച ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം കാണിക്കുന്നു. അയാളുടെ വൈഫിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ ഡൗട്ട് തോന്നി അവര് ആ ലേഡീനെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവര് കണ്ടുപിടിക്കുന്നു അയാളുടെ വൈഫ് ഒരു ലോറി ഡ്രൈവറിന്റെ കൂടെ പച്ചക്കറി കച്ചവടം എന്നുള്ള മറവില് ഒരുപാട് വെപ്പൺസ് കടത്തുന്നത്. ബാല മരിക്കുന്നതിന് മുമ്പും അയാൾ ഇതേപോലുള്ള സ്മഗ്ലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ മരണത്തിന് ശേഷം ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഭാര്യയാണ്. ഈ കാര്യങ്ങളാണ് ഇപ്പൊ ഇവർ കണ്ടെത്തിയത്. അങ്ങനെ ഈ ഒരു അന്വേഷണത്തില് ഇവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്ത് കൂടെ നിന്നത് സത്യ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസറാണ്. ബാല ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അയാൾ മരിച്ച സമയത്ത് ഒരു കേസ് കൊടുക്കാനൊന്നും ഭാര്യ തയ്യാറായില്ല. കാരണം അയാളെ പറ്റി അന്വേഷിച്ചാ അയാളുടെ ഇല്ലീഗൽ ഡീലിംഗ്സ് എല്ലാം പുറത്തു വരും എന്നുള്ള കാര്യം അയാളുടെ ഭാര്യയ്ക്ക് അറിയായിരുന്നു. അത് വലിയ പണിയാവും. അതുകൊണ്ട് നൈസായിട്ട് അവർ ആ കേസ് ഒതുക്കുകയാണ് ചെയ്തത്. ബാലന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ചിത്ര നായകനോട് പറയുന്നുണ്ട് അപ്പൊ ബാല ചെയ്തുകൊണ്ടിരുന്ന പോലത്തെയുള്ള സ്മഗ്ലിംഗ് മരിച്ച ബാക്കി 3 ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും അവര് തമ്മിലുള്ള ആ കോമൺ ഫാക്ടർ. എന്നാൽ ചിത്ര പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ അയ്യനാറ് പറയുവാണ് അങ്ങനെയൊന്നും അവൻ ഒരിക്കലും വഴിയില്ല. ഇത് കേട്ട ചിത്ര ഞാനൊരു ഊഹം പറഞ്ഞതേ ഉള്ളൂ, കറക്റ്റ് ആയിരിക്കും ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നില്ല. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ഇർഫാൻ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കാണിക്കുന്നു. അയാളിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങുവാണ്. രാത്രി സമയം കാട്ടിലൂടെയാ പോകുന്നത്. സൂക്ഷിച്ചു പോണേന്ന് ഈ സമയത്ത് അയാളോട് അയാളുടെ വൈഫ് പറയുന്നു. ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അയാളിപ്പോ വണ്ടി എടുത്തോണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്കായിട്ട് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചേരം കഴിഞ്ഞ് ഇർഫാന്റെ ഫോണിൽ നിന്ന് സത്യക്ക് ഒരു കോൾ വരുന്നു. കോൾ റിസീവ് ആവുന്ന ഉടനെ തന്നെ അയാൾ കോൾ എടുക്കുന്നു. എന്നിട്ട് ഇർഫാൻ എന്ന് പറയുകയാണ്. എന്നാൽ ഇർഫാൻ ആണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. മറ്റെന്തോ ഒരു സൗണ്ട് മാത്രം അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഫോണിൽ കൂടി. ഈ സമയം സത്യക്കാണെങ്കിൽ എന്തോ ഒരു പന്തികൾ തോന്നുന്നു. അങ്ങനെ സത്യം ഒച്ച ഉയർത്തി ചോദിക്കുവാണ് ഇർഫാൻ നീ എവിടെയുള്ളത്, നിനക്ക് എന്താ പറ്റിയത്? എന്നാൽ ഈ സമയം ഇർഫാന്റെ സൗണ്ട് ഒന്ന് കേൾക്കാതാവുമ്പോ അയാൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കി അയാളുടെ ഫോണെല്ലാം ട്രേസ് ചെയ്ത് സത്യം ടീമും കൂടി പെട്ടെന്ന് അവിടേക്ക് അന്വേഷിച്ചിറങ്ങുവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇർഫാൻ വന്നുകൊണ്ടിരിക്കുന്ന ആ വഴിയിലേക്കല്ല അവരന്വേഷിച്ചെത്തുന്നു. ഈ സമയം വഴിയോരത്തായിട്ട് അയാളെ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് അവർ കാണുവാണ്. അങ്ങനെ ഇപ്പൊ ഇർഫാൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. അങ്ങനെ ഇപ്പൊ അവർ ഓരോരുത്തരായിട്ട് ഓരോരോ സ്ഥലത്ത് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അന്വേഷിച്ച് പോയി സത്യ ഒടുവില് ബോധമില്ലാതെ ഇറക്കുന്ന ഇർഫാനെ കണ്ടുപിടിക്കുവാണ്. എന്നിട്ട് സത്യ ഇർഫാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം പെട്ടെന്ന് ആരോ സത്യന്റെ പുറകിലൂടെ വന്ന് അവനെ അവിടെ വെച്ച് ആക്രമിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ്. ഇർഫാനെ അന്വേഷിച്ചു പോയ സത്യനെ ആരോ ആക്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്. ഈ കാര്യങ്ങൾ
പറഞ്ഞിട്ട് പോലീസൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ സത്യനെ കാണുന്നില്ല എന്നറിഞ്ഞ് സത്യന്റെ പാരന്റ്സ് അവിടേക്ക് എത്തുന്നു. അതിൽ കാണാതെ ഇർഫാന്റെയും വീട്ടുകാരെത്തുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, അവരെ ഞങ്ങൾ എത്രയും വേഗം കണ്ടെത്തും, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ ഈ സമയത്ത് നായകൻ അവരോട് പറയുന്നുണ്ട്. അടുത്ത സീനിലെ പോലീസുകാര് ഇന്നലെ അവരെ കാണാതെ ആ കാടിന്റെ അടുത്തേക്ക് എത്തി. അവിടെ മുഴുവൻ ഓരോരോ ഗ്യാങ് ആയി തിരിഞ്ഞ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 മണിക്കൂർ അവരങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കാണാതെ അവരുടെ പൊടി പോലും കിട്ടുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവര് വീണ്ടും സ്റ്റേഷനിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയം നായിക ഒരുപാട് ടെൻഷൻ അടിച്ച് നായകനോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്ര നേരം അന്വേഷിച്ചിട്ടും അവരൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഇത് കേട്ട് നായകൻ നായികനോട് പറയാണ്, ശരിക്കും ഒരു ആശ്വാസ വാർത്തയാണ്, അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അവര് മരണപ്പെട്ടിട്ടില്ല എന്ന്, എവിടെയോ ജീവനോട് കൂടിയിരിപ്പുണ്ടെന്ന്. കാരണം അവരെ രണ്ടുപേരും ഇന്നലെ ആക്രമിച്ച ആൾക്കാര് അവരെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബോഡി ആ കാടിൽ ഉപേക്ഷിച്ചേനെ. കാട് മുഴുവൻ നമ്മൾ അരിച്ചു പെറുക്കിയല്ലോ, അവരുടെ ബോഡി കിട്ടാത്തോണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ ഒരു അടഞ്ഞ മുറി കാണിക്കുന്നു. ഈ റൂമിലാണ് സത്യ കിടക്കുന്നത്. അങ്ങനെ ഇപ്പൊ സത്യക്ക് ബോധം തെളിയുവാണ്. ബോധം വന്ന ഉടനെ തന്നെ സത്യ ഇർഫാനെ വിളിക്കുന്നു. ഇതേ സമയം അതിന്റെ തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു ഇർഫാൻ. അങ്ങനെ സത്യ വിളിക്കുന്നത് കേട്ടിട്ട്, ആ സാറേ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇർഫാൻ പറയുവാണ്. അങ്ങനെ ഇപ്പൊ രണ്ടുപേർക്കും പ്രശ്നമില്ലാന്ന് അറിയുമ്പോഴാണ് അവർക്ക് സമാധാനാവുന്നത്. ഈ സമയമാണ് ആ മുറിയുടെ ഡോറ് തുറന്ന് അവരെ ആക്രമിച്ച ആൾക്കാർ അവിടേക്ക് വരുന്നത്. അതാരാണെന്ന് അറിയാമോ? കാട്ടില് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ശേഖർ വരെയുള്ള ആൾക്കാർ വരുന്നത്. ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസുകാരും ഫോറസ്റ്റുകാരൊക്കെ ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ബാലന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ച ആ വെപ്പൻസ് എല്ലാം ഇയാൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ആ ഒരു കാര്യം കൂടി സംഭവിച്ചുകൊണ്ട് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് ഇവരിങ്ങനെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ട്രാപ്പിൽപ്പെടുത്തിയത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പിടിച്ചെടുത്ത ഞങ്ങളുടെ ആയുധങ്ങൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ശേഖർ വരെയുള്ള ആൾക്കാരും കൂടി ഇവരെ രണ്ടുപേരും ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു ഓടിയിട്ടുണ്ട്. അടുത്ത സീനിലെ നായകനും അയ്യനാറും കൂടി ജയിലിൽ കിടക്കുന്ന ഒരു സ്മഗ്ലറെ കണ്ട് മരിച്ചുപോയ 4 പേരെ ഫോട്ടോ കാണിച്ച് അവരെ പറ്റി അന്വേഷിക്കുന്നു. എനിക്ക് ഇവരൊന്നും പേഴ്സണലി പരിചയമില്ല സാറേ, പക്ഷെ ഇവരുമായിട്ട് ബന്ധമുള്ള ഗുരു എന്ന് പറയുന്നൊരു വ്യക്തിനെ എനിക്ക് അറിയാമെന്നും പറഞ്ഞ് അയാളെ പറ്റി എല്ലാ പ്രതി ഇപ്പം നായകനും അയ്യനാറിനും പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത സീനിൽ അവര് അയാളെ അന്വേഷിച്ചിറങ്ങുവാണ്. അങ്ങനെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അയാളെ പിടികൂടാൻ കഴിയുന്നില്ല അവർക്ക്. ഇതേസമയം നായകന്റെ ഗ്യാങ്ങിലുള്ള ചിത്രയാണെങ്കിൽ ഇതിലൊന്നും ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് ഹീറോ നാട്ടിലേക്ക് പോയായിരുന്നല്ലോ. നാട്ടിലെത്തിയെന്നും പറഞ്ഞ അന്ന് ചിത്രനെ അവള് വിളിച്ചതാണ്. പിന്നീട് വിളിച്ചിട്ടുമില്ല, മെസ്സേജും ഇല്ല. അങ്ങനെ ഇത് അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാത്തോണ്ടാണ് ചിത്ര ആകെ ഡെസ്പൈഡ് ഇരിക്കുന്നത്, വർക്കിലൊന്നും ഫോക്കസ് ആവാത്തത്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത അയ്യനാറ് ഇപ്രാവശ്യം അവളുടെ അടുത്ത് എന്ന് കാര്യം ചോദിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവൾ അത് പറയാൻ മടിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ നായകനെ ഗ്യാങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുരു എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കുന്നു. അയാൾക്ക് ഒരു ഫോറിൻ ലേഡീനെ കണ്ട് അവരുടെ കയ്യിൽ ഒരു ബാഗ് കൊടുക്കുന്നു. അതിൽ നിറയെ സ്വർണ്ണമായിരുന്നു. അങ്ങനെ അവർ ഈ ഡീലിംഗ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നായകന്റെ ടീമിലുള്ള നായിക കാണുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ നായകന് പാസ് ചെയ്യുന്നു. അങ്ങനെ നായകനും ഗ്യാങ് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് ഗുരു അവരെ കാണുവാണ്. അങ്ങനെ അവരുടെ കയ്യിൽ പെടാതെ അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ വീണ്ടും സത്യനെ ഇർഫാനെ കാണിക്കുന്നു. ആ വില്ലന്മാരി ഇപ്പൊ അവരെ ഒരുപാട് ടോർച്ചർ ചെയ്ത് അവിടെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും അവരെ വെപ്പൺസ് എവിടെ ഉള്ളതെന്നുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അവന്മാര് ഇവിടെ ഇവരെ കൊന്നാലും അത് അവർ പറയുന്നൊന്നും തോന്നുന്നില്ല. ആനേനെയൊക്കെ ട്രാപ്പിൽ പെടുത്തി ആനേന്റെ കൊമ്പ് മുറിക്കലും പുലികളെ പിടിച്ച് പുലിനാഗം എടുക്കലും അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇവർ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കൂടി അവന്മാര് ഒരു കുഞ്ഞു പുലിക്കുട്ടീനെ കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് അതിന്റെ പല്ലും നാഗം എല്ലാം പറിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കാണുന്ന സത്യക്കാണെങ്കിൽ സഹിക്കുന്നില്ല. അതൊരു കുഞ്ഞു പുലിയാണ്, അതിനോട് അങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ് എന്നൊക്കെ ഈ സമയത്ത് അയാള് അവരോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ അവരവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുവാണ്. ഇതൊക്കെ കാണുന്ന സത്യക്കാണെങ്കിൽ സഹിക്കുന്നില്ല. അങ്ങനെ ആ സീനൊക്കെ അടുത്ത സീനില് കാമുകിനോടൊപ്പം കിടക്കുന്ന ഗുരു എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കുന്നു. ഇന്ന് നടന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ, അതായത് അയാളെ പോലീസ് പിടിക്കാൻ വേണ്ടി വന്നായിരുന്നല്ലോ, ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അയാളാകെ ടെൻഷൻ അടിച്ച് അങ്ങനെ കിടക്കുവാണ്. ഈ സമയത്ത് നോട്ട് ചെയ്യുന്ന അയാളുടെ കാമുകി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഒന്നുമില്ലാന്നും പറഞ്ഞ് ഈ സമയത്ത് അയാളാണെങ്കിൽ ആ കാര്യം അവിടെ ഒതുക്കുന്നു. കുറച്ചിനും കഴിയുമ്പോൾ ആരെ വന്ന് വാതിലും മുട്ടുവാണ്. ഗുരു എന്ന് വാതിൽ ഉറക്കുമ്പോൾ വന്നിരിക്കുന്ന അയാളുടെ ഒരാളായിരുന്നു. എന്നാൽ അയാളുടെ കൂടെ അവിടേക്ക് നായകനും ഗ്യാങ് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഗുരുവിനെ പിടികൂടാൻ വേണ്ടി. അങ്ങനെ ഇപ്പൊ ഒരു ചൂണ്ടയെറിഞ്ഞ് അയാളെ പിടിക്കുന്ന രീതിയിൽ അയാളെ ആളെ വെച്ച് ഗുരുവിനെ അവര് പിടികൂടുന്നു. അടുത്ത സീനിലെ ഗുരുവിനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് ആ മരിച്ചുപോയ 4 പേരെ പറ്റിയുള്ള കുറെ കാര്യങ്ങളെല്ലാം പോലീസുകാർ മനസ്സിലാക്കുന്നു. അടുത്ത സീനിൽ ആ മരിച്ചുപോയ രത്നം എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാളുടെ അനിയനായ തങ്കരാജിനെ കാണിക്കുന്നു. അയാളാണെങ്കിൽ കുറച്ച് ബാഗുകളെല്ലാം വണ്ടി കയറ്റി എവിടേക്കും അങ്ങനെ പോവുകയാണ്. എന്നാൽ പോലീസുകാർ ചെക്ക് പോസ്റ്റ് വെച്ച് അയാളെ പിടികൂടുന്നു. അങ്ങനെ അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ നായകനോടും ടീംസിനോടും പറയുകയാണ്, എന്റെ ചേട്ടന്റെ മരണത്തിന് ശേഷം എനിക്ക് ഒരുപാട് വധഭീഷണിയുണ്ട്. സോ ഇനി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഞാനിവിടെ വിട്ടു പോകാണ്ടി തുടങ്ങുമായിരുന്നു എന്ന്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന നായകനൊന്നും അത്ര വിശ്വസിക്കുന്നില്ല. തന്റെ ഫോണും തന്നേന്നും പറഞ്ഞ് അയാളുടെ ഫോണെല്ലാം വാങ്ങി നായകൻ ചെക്ക് ചെയ്യുന്നു. ഈ സമയം അയാളുടെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ശേഖർ എന്ന് പറയുന്ന കൊള്ളക്കാരനല്ലേ, അയാളുടെ നമ്പറിൽ നിന്നുള്ള കോളുകളായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ നമ്പറിന്റെ ഉടമയ്ക്ക് ഈ കേസിൽ എന്ത് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ആ നമ്പർ ട്രാക്ക് ചെയ്ത് നായകനും ഗ്യാങ്ങും അയാളുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്ന സമയം അവിടെയാണ് സത്യനെ അടച്ചിട്ടിരിക്കുന്നുള്ള കാര്യം നായകനും ഗ്യാങ്ങും കണ്ടെത്തുന്നു. അങ്ങനെ ഇപ്പൊ അതിവിദഗ്ധമായിട്ട് അവനെ നായകനും ഗ്യാങ്ങും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശേഖരയുള്ള ആൾക്കാരും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു. അങ്ങനെ സത്യനെ ഇർഫാനെ രക്ഷിക്കാൻ വേണ്ടി വന്ന നായകനും ഗ്യാങ്ങുമായിട്ട് അവർ വലിയ ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ ആ ഫൈറ്റിനൊടുവില് നായകനും ഗ്യാങ്ങും വിജയിക്കുന്നു. അങ്ങനെ അവർ സത്യനെ രക്ഷപ്പെടുത്തുവാണ്. ഇന്ന് ഇർഫാനെ പൂട്ടിയിട്ടിരിക്കുന്ന മുറി ചെന്ന് നോക്കുന്ന സമയത്ത് അയാൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഈ ഒരു കാഴ്ച അവരെല്ലാരെയും വല്ലാതെ തളർത്തുന്നു. മെയിനായിട്ട് സത്യമൊക്കെ പൊട്ടിക്കരയുകയാണ്. അടുത്ത സീനിൽ ഇർഫാന്റെ
ബോഡിയുമായിട്ട് നാഗിനുടെ ടീമും സത്യേനെയും കൊണ്ട് അങ്ങനെ തിരിച്ചെത്തുവാണ്. ഈ സമയം ഇർഫാൻ മരിച്ചുപോയി എന്ന് അറിഞ്ഞിട്ട് അയാളുടെ കുടുംബമൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ അടുത്ത സീനിൽ ഇർഫാന്റെ വീട്ടില് അയാളുടെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സത്യമാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നാഗിൻ ചെന്ന് അയാളുടെ അടുത്ത് ഇരുന്ന് അയാളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ആ സീൻ നോക്കട്ടെ. അടുത്ത സീനില് അയ്യനാർ അവന്റെ ഭാര്യ അയ്യമുനെ പോയി കാണുവാണ്. ഇപ്പൊ അവര് പിരിഞ്ഞു താമസിക്കുമായിരുന്നല്ലോ. എന്നാൽ അയ്യനാർക്ക് മനസ്സിലായി അവളില്ലാതെ അയാൾക്ക് പറ്റില്ല എന്ന്. അവളും അതേ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇപ്പൊ അവര് മീറ്റ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുവാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരുമിച്ച് ജീവിക്കുള്ളൂ എന്ന്. വീട്ടുകാരുടെ വാക്കും കേട്ട് ഇനി ഇങ്ങനെ തെറ്റായ തീരുമാനം എടുക്കില്ല എന്ന്. ഇതേ സമയം ചിത്രനെ കാണിക്കുവാണ്. ചിത്ര ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞു. നാട്ടിലേക്ക് പോയ ഹീറോന്റെ കല്യാണം അവളുടെ വീട്ടുകാരെ ഉറപ്പിച്ചു എന്ന്. അവള് പണ്ടൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഇപ്പൊ ആ പയ്യനുമായിട്ടുള്ള ആ കല്യാണമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് നാട്ടിലേക്ക് പോയ ഹീറ ചിത്രനെ ഒന്നും വിളിക്കാത്തതും മെസ്സേജ് അയക്കാത്തതും. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞ് സങ്കടപ്പെടുന്ന ചിത്രയാണെങ്കിൽ നേരെ നാട്ടിലേക്ക് പോയിട്ട് ഹീറോനെ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇന്നപോലെ അവളോട് കാര്യങ്ങൾ ചോദിക്കുവാണ്. അപ്പൊ ഹീറോ പറയാണ് വീട്ടുകാരെ നിർബന്ധിച്ച് ജയിക്കുന്ന കല്യാണമാണിത്. സോ ഇനി ഇതിന് മറ്റൊന്നും അവൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന്. ഇത് കേൾക്കുന്ന ചിത്രയാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. അങ്ങനെ ആ സീനും കട്ടെ. അടുത്ത സീനില് നമ്മുടെ നായികനെ കാണിക്കുന്നു. അവളിപ്പോ സാരിയില്ല കൊടുത്ത് എവിടെയൊക്കെ പുറത്തു പോകാൻ തുടങ്ങുവാണ്. ഈ സമയം നായകൻ അത് കണ്ട് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ഞാനൊന്ന് പള്ളി വരെ പോവാ, സാറ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് നായകനോട്. അവൾക്ക് നായകനെ ഇഷ്ടമായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ടാണ് അവളിപ്പോ നായകനെ വിളിക്കുന്നത്. അപ്പൊ നായകൻ ഞാൻ ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും സാറ് പ്രാർത്ഥിക്കൊന്നും വേണ്ട, എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി എന്നും പറഞ്ഞ് നായകൻ നിർബന്ധിച്ച് അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പള്ളിയിലേക്ക് എത്തുന്നു. പള്ളിയിലെത്തിയ സമയം നായിക പറയുന്നുണ്ട് എനിക്ക് വയ്യാതിരിക്കുന്ന ഒരു ഗാർഡിയൻ ഉണ്ട്, അവരുടെ അടുത്തേക്ക് ഒരു ദിവസം ഞാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനില് അന്ന് ഇവര് പിടികൂടിയ ശേഖരന്റെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം വെച്ചിട്ട് ആ മരിച്ചുപോയ 4 പേരുടെ മരണത്തില് അയാൾക്ക് പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. എന്നാൽ പോസിറ്റീവായിട്ട് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കേസ് ഒരു ഡെഡ് എൻഡിൽ പോയി നിൽക്കുവാണ്. കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നായകന്റെ സീനിയേഴ്സ് നായകനെ കുറെ കുറ്റം പറയുന്നു. ഇനി ഒരാഴ്ച സമയമുള്ളൂ. അയാൾ ഈ കേസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ കേസിന്റെ ചുമതല നായകനെ നിന്ന് മാറ്റുമെന്നും അവരങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സീനോടൊക്കെ അന്ന് ഈവനിങ് വീട്ടിലേക്ക് എത്തിയ നായകനാണെങ്കിൽ മരിച്ചുപോയ റോബർട്ട് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഇല്ലേ, അയാളുടെ ക്യാമറയിൽ അയാളെ ക്യാപ്ചർ ചെയ്ത ഓരോരോ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ കുറെ ആടിന്റെ ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള ഒരു ഫാമിൽ നിന്ന് എടുത്തതാണെന്ന് നായകൻ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അവിടേക്ക് എത്തി അവിടുത്തെ ഹെൽപ്പറായ സെൽവത്തിനോട് ആ കാര്യങ്ങളെ പറ്റി എല്ലാം ചോദിക്കുവാണ്. റോബർട്ട് സാർ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പൊ ആടുകളെല്ലാം ഫോട്ടോയ്ക്ക് മര്യാദയ്ക്ക് നിന്ന് കൊടുക്കാൻ വേണ്ടി അവറ്റകൾക്കെല്ലാം ഒരു മരുന്ന് കുത്തിവെക്കും. എന്നാൽ അങ്ങനെ ആ മരുന്ന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടെ കുറേയധികം ആടുകളും മരിച്ചുപോയി. ഇപ്പൊ സെൽവം പറയുന്നത് റോബർട്ട് സാർ ചെയ്ത ആ ഒരു കാര്യം വനയക്ഷിക്ക് ഇഷ്ടാവാത്തോണ്ടായിരിക്കും അദ്ദേഹത്തിന് വനയക്ഷി കൊന്നു കളഞ്ഞത് എന്ന്. ഇതെല്ലാം കേട്ട നായകനാണെങ്കിൽ ഒന്നും പറയാൻ കഴിയാതെ അവിടെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. അന്ന് നൈറ്റ് വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന നായകൻ രാത്രി തിരിഞ്ഞു കിടക്കുമ്പോ ഉറക്കം പോയി എഴുന്നേക്കുവാണ്. അപ്പൊ നായകൻ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയവരുടെ ബോഡിയിലല്ല ആ വല കെട്ടിയ പ്രാണിയില്ലേ, അതിപ്പോ നായകന്റെ വീടിന്റെ അവിടെ എത്തി അങ്ങനെ വല കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് നായകൻ ആകെ പേടിക്കുവാണ്. അങ്ങനെ നായകൻ ജസ്റ്റ് അതെല്ലാം പോയി നോക്കുന്ന സമയം വീടിന്റെ മുറ്റത്ത് കൂടി ഒരു രൂപം അങ്ങനെ മറഞ്ഞു പോകുന്നത് നായകൻ കാണുന്നു. അതാ വനയക്ഷിയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതും കണ്ട് നായകനാകെ ഷോക്കാവുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 8ാമത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പൊ ഇനി ഈ വെബ് സീരീസിന് 2 എപ്പിസോഡുകൾ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് നോക്കാം. അപ്പൊ ആ വീഡിയോയുമായിട്ട് ഞാൻ എത്രയും വേഗം വരുന്നതായിരിക്കും. നിങ്ങളെല്ലാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ.